കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടായി. DMKയുടെ യുവജന സമ്മേളനത്തിൽ അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്തയ്ക്ക് വിളിച്ചു. ഇതാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ വാചകങ്ങൾ. ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തമിഴ്നാടും ഡൽഹിയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. നരേന്ദ്രമോദി ടെലിവിഷനിൽ വന്നാൽ ആളുകൾക്കൊക്കെ ഭയമാണ്. നോട്ട് നിരോധനം, കോവിഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനാണ് അദ്ദേഹം TV യിൽ വരുന്നത്. പക്ഷെ സ്റ്റാലിനെ നോക്കൂ, അദ്ദേഹം ടെലിവിഷനിൽ വരുമ്പോൾ നാട്ടുകാർക്ക് സന്തോഷമാണ്. ക്ഷേമ പരിപാടികൾ ആണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾക്ക് മോദിയല്ല, മോദിയുടെ തന്ത വന്നാൽ പോലും പേടിയില്ല. ഇതാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ഇത് BJPയുടെ വക്താവ് ഷഹസാദ് പൂനാവാല തീക്ഷ്ണമായിട്ട് ഇന്നലെ വിമർശിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും പത്രങ്ങളിലില്ല. പൂനാവാല പറഞ്ഞു, ദിസ് ഇസ് സെൻസ്ലെസ്, എത്തിക്ലെസ്, മോറൽലെസ് എന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാർ ഷഷ്ടിടാത്ത പ്രതിഷേധം നടത്തുന്നത് പോലെ 2024 സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് എന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതുപോലെ ഇത് പോഴത്തമാണ്, ധാർമ്മികതയില്ലാത്തതാണ്, നൈതികതയില്ലാത്തതാണ് എന്ന് BJP ഇത് വിമർശിക്കുകയും ചെയ്തു. മോദിയുടെ അമ്മയെ പലവട്ടം ബീഹാർ തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിന് മുമ്പും അവിടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ തന്നെ അപമാനിച്ചിരുന്നു, തെറി വിളിച്ചിരുന്നു, മൈക്കിൽ കൂടി തെറി വിളിച്ചിരുന്നു. മോദിയുടെ ആദരണീയനായ പിതാവ് ദാമോദർ ദാസ് മൂൽചന്ദ് മോദി 1915 ജനിച്ച് 1989 മരിച്ചുപോയി. അദ്ദേഹം വാദ്നഗർ, ഗുജറാത്തിലെ വാദ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചായക്കട നടത്തുകയായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോഴൊക്കെ മോദിയുടെ കണ്ടമിടറുന്നതുമൊക്കെ നമുക്കറിയുകയും ചെയ്യാം. ഇങ്ങനൊരു സ്വന്തം നിലയിൽ കുടുംബ ഭാരം ചുമന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ പറ്റി ആണ് ഈ ഉദയനിധി സ്റ്റാലിൻ പരസ്യമായി മൈക്കിൽ കൂടി ഉച്ചഭാഷിണി, വലിയ ഉച്ചഭാഷിണിയാണുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ധാർഷ്ട്യം കാണിച്ചതാണ്. ഈ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുക. എൻ്റെ ഓർമ്മയിൽ ഇങ്ങനൊരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. എന്താണ് TG ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സാറേ, ഈ തന്തയ്ക്ക് വിളി ഇപ്പോഴൊന്നും തുടങ്ങിയതൊന്നുമല്ല. കുറച്ചാൾ മുമ്പ് ആ മനുഷ്യൻ്റെ വലിയൊരു കവിയാണ് അങ്ങേര്. ഉറുദു ഷേർ ഷായരിയൊക്കെ ഈരടികൾ പാടും. അങ്ങേരാണ്. അങ്ങനെ ഒരു അല്പം മോദി വിരുദ്ധനുമായിരുന്നു കേട്ടോ. വളരെ സട്ടിലായിട്ട് പൊളിറ്റിക്സ് കയറ്റുന്നത്. അങ്ങനെയാണ് ഒരു കവിതയിൽ ഹിന്ദുസ്ഥാൻ കിസി കാ ബാപ് കാ തൊടി ഹൈ. അപ്പോൾ അന്നാണ് അത് കഴിഞ്ഞ് പിന്നെ അത് കേരളത്തിലേക്ക് വന്നു. കേരളത്തിലെ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റി ഗവർണറുടെ തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് തന്തയുടെ വകയല്ല. അതിൻ്റെ സ്ട്രെയിറ്റ് അർത്ഥം എടുത്തു നോക്കി, അയാളുടെ വകയല്ല, അയാളുടെ തന്തയുടെ വകയല്ല. ഇതിൽ വലിയ ഒരു തെറ്റ് മലയാളികൾ നേരത്തെ മുതൽ കാണുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നെ കോളേജിൽ പഠിപ്പിച്ച ഡോക്ടർ RVG മേനോൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. അദ്ദേഹമാണ് കോളേജിൽ വെച്ച് എന്നോട് ഈ എന്തോ കാര്യത്തിന് മോഹൻദാസിൻ്റെ തന്തയ്ക്ക് പറഞ്ഞാൽ തന്ത കഴുതയാണ് എന്ന് പറഞ്ഞാൽ മോഹൻദാസ് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഒറ്റ അടി വെച്ച് കൊടുക്കും. എന്തിന്? അവന് തന്ത കഴുതെന്ന് വെച്ചാൽ ദേഷ്യം വരില്ലേ? എന്തിനാ ദേഷ്യം വരുന്നത്? മോഹൻദാസിൻ്റെ അച്ഛൻ കഴുതയാണോ? അല്ല. ഇനി കഴുതയാണോ എന്ന് മോഹൻദാസിനൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് ദേഷ്യം വരുന്നത്. ഞാൻ പറഞ്ഞു, അതുമല്ല. കഴുതയല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മോഹൻദാസിന് ദേഷ്യം വരുന്നത് എന്തിനാണ്? സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ മോഹൻദാസ് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നു പോകും. അതുപോലെ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ട് നടന്നു പോയാൽ പോരെ ഇതിന് മോഹൻദാസ് തിളയ്ക്കുന്നത് എന്തിനാണ്?
when you are sure your father is a great man, merely because somebody said he is a bad man, why should you get angry? ഇത് പണ്ട് അതിനുശേഷം ഈ എൻ്റെ തന്തയെ കൂട്ടി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സാറിൻ്റെ ഈ ഉപദേശം ഓർമ്മ വരികയും ഞാൻ തന്നെ അപ്പോഴും ദേഷ്യമൊക്കെ വരും, എന്നാലും ഞാൻ കഴിയുന്നത് നടക്കും. ഈ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു നോക്കുക, മോദിയല്ല, മോദിയേക്കാൾ സമർത്ഥനായ ഒരാൾ, മോദിയേക്കാൾ മഹാനായ ഒരാൾ, ആ അർത്ഥത്തിലാണ് അയാൾ തന്ത എന്ന് പറയുന്നത്. അല്ലാതെ മോദിയുടെ തന്ത മോശക്കാരനാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. മോദിയേക്കാൾ പരാക്രമിയായിരിക്കുമല്ലോ മോദിയുടെ അച്ഛൻ, അദ്ദേഹം വന്നാലും ഞങ്ങൾക്ക് പേടിയില്ല, അതാണ് അതിനർത്ഥം. ആ അർത്ഥം എടുത്താൽ പോരെ, ആ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഈ ടെൻഷൻ ഒഴിയും. ബട്ട് രാഷ്ട്രീയക്കാരത് വിടില്ല. അതാണ് ഈ ശേഷം പുനവല കേൾപ്പിച്ചിരിക്കുന്നത്. അത് വിട്ടില്ലല്ലോ. അത് ഈ ഉത്തരേന്ത്യയിൽ ഇത് കൂടുതലാണ്, നമ്മളെ ദക്ഷിണേന്ത്യയിലെ മാതിരിയല്ല. അവിടെ തെറിവിളി അത് നമ്മളെക്കാൾ സൂപ്പർലേറ്റീവ്, നമ്മളെക്കാൾ നല്ല തെറികൾ വിളിക്കാൻ അറിയാം. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ടത്, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തെറിവിളിയൊക്കെ. അതുകൊണ്ടാണ് ഉത്തരേന്ത്യക്കാർ നമ്മളെക്കാൾ എല്ലാ കാര്യത്തിലും മികച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തെറി പറയാനും മിടുക്കന്മാരവർ തന്നെ. TG സംയമനം പാലിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് ഈ സ്റ്റാലിൻ്റെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉദയനിധി സംയമനം പാലിക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല, സാധ്യതയില്ല. ഉദയനിധിയൊക്കെ ഈ കാറ്റഗറിയിൽ പെട്ടതാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ ഈ ഇതുപോലത്തെയുള്ള ടെൻഡൻസി അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു അന്ത്യമില്ല. പിന്നെ കോമ്പറ്റീറ്റീവ് പൊളിറ്റിക്സ് ആണല്ലോ. പൊളിറ്റിക്സിൽ ഒരിക്കലും തെറിയിൽ പോലും ഞാൻ പിയേഴ്സിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല. എനിക്കറിയാം പിയേഴ്സൺ പറഞ്ഞ തെറി അത് അവഗണിക്കുന്നതാണ് സംസ്കാരത്തിന് നല്ലതെന്ന്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഞാൻ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ എൻ്റെ ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കും. അതുകൊണ്ട് ഇതൊക്കെ അറിയാമെങ്കിൽ പോലും ഉദയനിധി സ്റ്റാലിൻ ഇതൊന്നും അറിഞ്ഞുകൂടാ. അവൻ സബ്സ്റ്റാൻഡേർഡാണ്, ആള് സബ്സ്റ്റാൻഡേർഡ് പാർട്ടിയാണ് പറഞ്ഞുകൂടാ. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ രാഷ്ട്രീയം മിക്കവാറും തന്നെ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലോ, ഏത് രീതിയിലായാലും. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മേഖലകളിൽ ഇത്തരത്തിലുള്ള അധാർമികമായിട്ടുള്ള പദപ്രയോഗങ്ങളും അതിന് അനുബന്ധമായിട്ടുള്ള രീതികളും ഒക്കെ തുടരുന്നത് ഒരു നല്ല സമൂഹം എന്ന നിലക്ക്, അല്ലെങ്കിൽ പുരോഗമന സമൂഹം എന്ന നിലക്ക്, അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹം എന്ന നിലക്ക് നമുക്ക് നല്ലതാണ്, നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നാറ്. പൊതുരംഗത്ത് നമ്മൾ കുറെ മര്യാദ പാലിച്ച് അങ്ങനെയല്ലേ വലിയ സ്റ്റാൽവാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെയല്ലേ? ഈ സ്റ്റാൽവാർഡ്സ് ആയിക്കഴിഞ്ഞിട്ട് അങ്ങനെ പെരുമാറാൻ തുടങ്ങിയവരാണ്. സ്റ്റാൽവാർഡ്സ് ആകാനായിട്ട് ഇതുപോലത്തെ നമ്പറൊക്കെ പലരും ഇറക്കിയിട്ടുണ്ട്. ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ പുണ്യവാളന്മാരാണ്. അത് ചാരുകസേലയിരുന്ന് പറയാൻ കൊള്ളാമെന്ന് മാത്രമാണ് ഈ ധാർമ്മികത എന്നാണ് പറഞ്ഞിട്ട് വരുന്നത്. ഒരു പക്ഷേ അങ്ങനെയാണ് സർ. അതിന് കാരണമേ, പണ്ട് AK ആൻ്റണി ഒരിക്കൽ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ കാഷ്വലി പറഞ്ഞു വരുന്നതാണ്, രാഷ്ട്രീയത്തിൽ ഒരു ധാർമ്മികതയൊക്കെ വേണ്ടേപ്പാ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കരുണാകരൻ ഇതറിഞ്ഞു. കരുണാകരൻ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഒരു ചാൻസ് ഉണ്ടാക്കിയിട്ട് കരുണാകരൻ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ ധാർമ്മികത എനിക്ക് മനസ്സിലാകുന്നില്ല, അത് കള്ള് ഷാപ്പിനുള്ളിൽ മദ്യനിരോധനം എന്ന് പറയുന്ന പോലെ ധാർമ്മികത ഇല്ലാത്ത ഒരു ഏരിയയാണ് രാഷ്ട്രീയം. അവിടെ ധാർമ്മികത എന്ന് പറയുന്നത് കരുണാകരന് മനസ്സിലാവുന്നില്ല. അത് ഓക്സിമോറോണാണ് കരുണാകരൻ്റെ ദൃഷ്ടിയിൽ. കരുണാകരനൊക്കെ ശീലം ഉണ്ടാവില്ലല്ലോ. ഇല്ല സാർ, കരുണാകരനെ എന്തിനു പറയുന്നു? ഇപ്പൊ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ധാർമ്മികതയാണ്? ആരുടെ രാഷ്ട്രീയത്തിൽ? ഞാൻ കാണുന്നില്ല. അല്ല, നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, ഈ നമ്മളുടെ അന്ന് ഒക്കെ നന്നായിരുന്നു, ഇന്ന് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു? ഒന്നുമില്ല, എല്ലാ കാലത്തും ഇതിങ്ങനെ തന്നെയായിരുന്നു. രാജനൈതിക രംഗം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന പച്ച രാഷ്ട്രീയം അതെന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു നീതിബോധം എന്ന് പറഞ്ഞാൽ ഇതാണ്, തന്തയ്ക്ക് വിളിക്കലാണ്. തന്തയ്ക്ക് വിളിക്കൽ അടക്കമാണ്. അത് മാത്രമല്ല സാറ് നോക്ക്, ദുശാസനാണ് പാഞ്ചാലിയുടെ ഉടുവസ്ത്രം അഴിക്കുന്നത്. ദുശാസനൻ്റെ ആരാണ് പാഞ്ചാലി? ചേട്ടത്തിയമ്മയാണ്, ഇല്ലേ? ചേട്ടത്തിയമ്മയുടെ ഉടുതുണി അഴിക്കും രാഷ്ട്രീയത്തിൽ. അത് മൊത്തം രാഷ്ട്രീയമായിരുന്നല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ചൂതുകളി. ദുര്യോധനൻ പറയുന്നുണ്ട് ഇതൊക്കെ അധാർമികമാണെന്നൊക്കെ എനിക്ക് അറിയാം,
പക്ഷെ ഇതാണ് എൻ്റെ ഒരു രീതി. അതെ. എന്താ ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നജമേ നിവൃത്തി. അധർമ്മത്തിൽ നിന്ന് നിവൃത്തിയില്ല, ധർമ്മം പ്രവർത്തിക്കാനും പറ്റുന്നില്ല. ഈ നിസ്സഹായാവസ്ഥ ദുര്യോധനൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്, എന്നും എക്കാലത്തും അങ്ങനെയായിരുന്നു. അത് സ്വാതന്ത്ര്യ സമരമൊക്കെ പോട്ടെ, ഞാൻ മഹാഭാരത കാലത്തെ കാര്യമാണ് പറയുന്നത്. ദർ വാസ് നോ പ്രിൻസിപ്പിൾ വാട്ട്സ് എവർ ഇൻ പൊളിറ്റിക്സ്. എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ ഇയാൾ ഈ പകർച്ചവ്യാധിയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞല്ലോ, ഉദയനിധി സ്റ്റാലിൻ. ഇത് വലിയ കേസൊക്കെ ഈ കേസിൽ തീർപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. സുപ്രീം കോടതി ശാസിക്കുകയൊക്കെ ചെയ്തിരുന്നു ഉദയനിധി. പക്ഷെ ആ സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഉദയനിധി സ്റ്റാലിൻ്റെ അമ്മ, എനിക്ക് തോന്നുന്നു ദുർഗാന്നോ അങ്ങനെ എന്തോ ആണ് പേര്, അവർ ഗുരുവായൂർ വന്നിട്ട് 15 ലക്ഷം രൂപ മുടക്കി എന്തോ സ്വർണ്ണ കിരീടമൊക്കെ നടത്തി വയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ ഭർത്താവും മോനും ചെയ്യുന്ന ഈ പാപ പ്രവൃത്തികളുണ്ടല്ലോ, ദുഷ്ടപ്രവൃത്തി, ഇതിനുള്ള പ്രായശ്ചിത്തം സമാന്തരമായിട്ട് വേറൊരു വഴിക്ക് നടന്നു പോരുന്നുണ്ട്. അതായത് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ട്രപ്പീസ് കളിയാണ്. അല്ലെ, ഇതൊരു സാർ, ഇതൊക്കെ ഇരിക്കട്ടെ. 99 DMK ആരുടെ കൂടെ ആയിരുന്നു? വാജ്പേയിയുടെ കൂടെ ആയിരുന്നില്ലേ? ആയിരുന്നു. ഭരിച്ചുകൊണ്ടിരുന്ന മന്ത്രിമാരുണ്ടായിരുന്നില്ല DMKക്ക്. അന്ന് എന്താ സനാതനധർമ്മം ഡെങ്കു അല്ലായിരുന്നോ? അല്ല, ഈ ചെറുക്കന് എന്ത് പ്രായമുണ്ട് ഈ ഉദയനിധി സ്റ്റാലിന്? DMKയുടെ എപ്പോഴും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവിഡ കൾച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എങ്ങനെയാണെന്ന് പിന്നെ അവർ വാജ്പേയിയുടെ കൂടെ ഭരിച്ചത്? സന്തോഷമായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പം ഇല്ലായിരുന്നു ദ്രാവിഡം. 98 ADMK ജയലളിത NDAയുമായിട്ട് കൂട്ടുകൂടുന്നു. 99 DMK അവരുമായിട്ട് കൂട്ടുകൂടി കേന്ദ്രത്തിൽ ഭരിക്കുന്നു. രണ്ടുപേരും ഇപ്പൊ പറയുന്നു സനാതനധർമ്മം ഡെങ്കു ആണെന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടായിരുന്നു? ഈ ചെറുക്കനെന്ന് ജനിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ ഉദയനിധി സ്റ്റാലിൻ. അവനിതൊന്നും അറിയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, സബ്സ്റ്റാൻഡേർഡാണ് അവനെ വിട്ടേക്കുക. ഇപ്പോഴും ഞാൻ എൻ്റെ തമിഴ് സുഹൃത്തുക്കളോട് പറയുന്നത്, ഞങ്ങൾ BJPയുടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, എടാ അടൽ ബിഹാരി വാജ്പേയി എന്ന് കേട്ടിട്ടുണ്ടോ? മുരശലിമാരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നു, അവർ ചേർന്ന് ഭരിച്ചുകൊണ്ടിരുന്നതാണ് കേന്ദ്രത്തിൽ. അപ്പോഴില്ലായിരുന്നോ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ? ഇപ്പോഴാണോ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത്? പോട്ടെ, സ്റ്റാലിൻ എന്ന വാക്ക് അതെന്താ തമിഴാണോ? അത് ഇറക്കുമതിയാണല്ലോ. എങ്ങനെ തമിഴ് സ്റ്റാലിനെ അവിടുന്ന് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം അതല്ല, അതിന്റെ ഒരു തമിഴ് കണക്ഷൻ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഇയാൾക്ക് ഈ മാർക്സിസം ഇങ്ങനത്തെ സംഗതിയിലൊക്കെ മറ്റേ പെരിയോർ ഇതൊക്കെ പറയുമല്ലോ, അണ്ണാദുരൈ, ആ കൂട്ടത്തിൽ വന്നിട്ട് ഈ മനഃപൂർവ്വം ഇട്ടതാ സ്റ്റാലിന്റെ പേര്. സ്റ്റാലിനൊക്കെ സഹിക്കാം. എൻ്റെ നാട്ടും പുറത്ത് മലങ്കോവ് ഉണ്ടായിരുന്നു. അവരുടെ കുറെ പേരുണ്ട്, ചെക്കോവ്, മലങ്കോവ്, ഗോർബച്ചോവ്, അല്ല ദിമിത്രോവ്. ഇതൊരു വികാരമായി മാറിയട്ടെ. പല നമ്മളുടെയൊക്കെ നാട്ടിലൊക്കെ തന്നെ സോക്രട്ടീസ് നമ്മൾ വഴിയൂടെ നടന്നു കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.